ഈ പുകവലി ഒരു സീരിയസ്ലി മോശപ്പെട്ട ഒരു സംഗതിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ പുകവലിക്കാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് നിർത്താനാണ് വലിയ പാട്. തുടങ്ങാൻ എളുപ്പമാണ്. ഈ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ അല്ലെങ്കിൽ നമ്മളെ യുനോ നമുക്കറിയാവുന്ന ആൾക്കാർ നമ്മൾ കൂടെ ചിലപ്പം ട്രാവൽ ചെയ്യുന്നതോ ബിസിനസ് ചെയ്യുന്നതോ നമ്മൾ കൂടുതൽ സമയം ചിലവാക്കുന്ന ആൾക്കാർ അവർ പുക വലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പുകവലി തുടങ്ങും അല്ലേ? അപ്പോൾ പുകവലി തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ നിർത്താനാണ് പാട്. ഈ പുകവലിക്കുന്ന ആൾക്കാർ അവർക്ക് അറിയാം ഈ സംഗതി മോശമാണെന്നറിയാം, പക്ഷേ അവർക്ക് പുകവലിക്കാതെ സിഗരറ്റ് വലിക്കാതെ ബീഡി വലിക്കാതെ അവർക്ക് നിവൃത്തിയില്ല. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻജിനീയറിങ് കോളേജിൽ പഠിക്കുമ്പോൾ പുകവലി തുടങ്ങി. അത് പിന്നെ രൂക്ഷമായി. ആ സമയത്ത് നമ്മൾ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് കാശില്ലല്ലോ. അപ്പം ഈ നമ്മുടെ നാട്ടിലെ ആ സമയത്ത് ചാർമിനാറോ അങ്ങനെയുള്ള ഈ ചീപ്പായിട്ടുള്ള സിഗരറ്റ്സൊക്കെയാണ് വലിച്ചിരുന്നത്. നമ്മുടെ കാശ് കൂടുതലുള്ള വിൽസോ അങ്ങനെയുള്ള സിഗരറ്റൊന്നും വാങ്ങിക്കാനുള്ള ശേഷിയില്ല. സ്റ്റുഡൻ്റാണ്, നമുക്ക് എന്താ വരുമാനമില്ല. അപ്പം അങ്ങനെ അവിടെ വെച്ച് തുടങ്ങി. ഈ തുടങ്ങിയ സിഗരറ്റ് വലി അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹിയിൽ ഞാൻ വന്ന് ഡൽഹിയിൽ സിഗരറ്റ് വലി കണ്ടിന്യൂ ചെയ്ത് പിന്നെ സൗദി അറേബ്യയിൽ വന്ന്. അപ്പോൾ സൗദി അറേബ്യയിൽ വന്നപ്പോഴത്തേക്ക് സിഗരറ്റിൻ്റെ വലി കൂടി. കാര്യം വെച്ചാൽ അവിടെ വന്നപ്പം ഈ ഫോറിൻ സിഗരറ്റ് നമ്മൾ നാട്ടിലുള്ള സമയത്ത് ആരെങ്കിലും ഗൾഫിൽ നിന്ന് ഈ 555 പാക്കറ്റോ അല്ലെങ്കിൽ റോത്ത്മൻസ്, മാൾബറോ ഇതെല്ലാം കൊണ്ടുവരുമ്പോഴത്തേക്ക് വലിയൊരു ആഘോഷമാണ് ഈ ഫോറിൻ സിഗരറ്റ് കൈ കിട്ടുമ്പോൾ. അപ്പോൾ ആ സിഗരറ്റ് സൗദി അറേബ്യ വന്നപ്പോഴത്തേക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് 2 റിയാൽ കൊടുത്താൽ ഒരു പാക്കറ്റ് 20 സിഗരറ്റുള്ള ഒരു പാക്കറ്റ് 2 റിയാലിന് ആ കാലത്ത് കിട്ടുമായിരുന്നു. ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ വിലയാണ്. ഇത് 90 91 92 ആ സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ ഫോറിൻ സിഗരറ്റ് കണ്ണിന് മുമ്പിൽ എല്ലായിടത്തും ഉണ്ട്. വാങ്ങിക്കാനും വളരെ എളുപ്പമാണ്, തുച്ഛമായ കാശ്. അപ്പോൾ സിഗരറ്റ് വലി പിന്നെ കൂടി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഏകദേശം 20 സിഗരറ്റോളം ഞാൻ ദിവസവും വലിക്കുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആ സിഗരറ്റ് വലി കണ്ടിന്യൂ ചെയ്ത് 96 വരെ 1996 വരെ സിഗരറ്റ് വലി അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ എനിക്കറിയാമായിരുന്നു ഈ സിഗരറ്റ് വലി എനിക്ക് ദോഷം ചെയ്യുന്നുണ്ട്. ചുമയോട് ചുമ, പിന്നെ എല്ലാം കൊണ്ടും എനിക്കുറപ്പായിരുന്നു ഈ സിഗരറ്റ് വലി ഓരോ സിഗരറ്റും എനിക്ക് ദോഷം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. ആ കണ്ടീഷനിലായിരുന്നു. ഇതാണ് മിക്കവാറും ആൾക്കാരുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ എനിക്കിത് നിർത്തണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ നിർത്താൻ സാധിക്കുന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സമയത്ത് 96 ഒരു 96 97 ആണ്, എനിക്കറിഞ്ഞുകൂടാ, മേ ബി 98 നമ്മൾ ജിദ്ദയിൽ നിന്ന് താമസിക്കുന്ന സമയത്ത് ഫാമിലിയായിട്ട് ഒരു ഹജ്ജിന് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അൽഹംദുലില്ലാ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മലയാളി ഗ്രൂപ്പുകളുണ്ട്. അവർ തന്നെ ഹജ്ജിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യും. ബസ്സിനകത്ത് ആൾക്കാരെ കൊണ്ടുപോകും, ടെൻറ്റ് റെഡിയാണ്, ഭക്ഷണം റെഡിയാണ്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പിൻ്റെ കൂടെ പോയാൽ നമ്മൾ ഒന്നും നോക്കണ്ട, കാശ് കൊടുത്താൽ മതി, ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ ചെയ്യും. മീനായിൽ ടെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള പഠിപ്പിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് തരാനുള്ള ഉസ്താദുമാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ ഹജ്ജ് ചെയ്യാൻ പോയി. അങ്ങനെ ഹജ്ജിന് പോയി ഒരു മീന എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ മുസ്ലിങ്ങൾ അവിടെ നമ്മളൊരു ടെൻറ്റിൽ താമസിക്കും. ഒരു രാത്രി ആദ്യം താമസിക്കും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അറഫയിലോട്ട് പോയി. ഇങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. അങ്ങനെ മീനയിൽ ഒരു ടെൻറ്റിനകത്ത് നമ്മൾ കഴിയുമ്പോൾ അവിടെ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല കാര്യം പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ അവിടെ ഒരു കാര്യം സംഭവിച്ചത്, ഈ ടെൻറ്റിൻ്റെ 4 മതിലിലും, അതായത് ടെൻറ്റിൻ്റെ 4 വശത്തും ഉള്ളിൽ ഈ പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് ഓരോ ഹദീസുകൾ ഒട്ടിച്ചിട്ടുണ്ട്. പല ഹദീസുകളും ഈ 4 വശത്തും ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ണ് കാണത്തക്ക രീതിയിൽ കണ്ണിൻ്റെ ഐ ലെവലിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണ് നാച്ചുറലി നമ്മൾ ഓരോ ഹദീസും വായിക്കും, ഇതെന്താണ് പറയുന്നത് അങ്ങനെ നോക്കും. അങ്ങനെ ഒരു ഹദീസ് ഞാൻ വായിക്കുമ്പം അതിനകത്ത് പറയുന്നത് സംസം വെള്ളത്തെക്കുറിച്ചാണ്. സംസം വെള്ളത്തിൻ്റെ അതിൻ്റെ സ്പെഷ്യാലിറ്റി.
അവിടെ ഹദീസിൻ്റെ ഒരു ഭാഗം അവിടെ എഴുതിയിരുന്നത് ലിമ ഷുരിബ ലഹു, അതായത് ഇത് എന്തിന് സംസം വെള്ളം എന്തിനു വേണ്ടി കുടിക്കുന്നോ അതിനുള്ള വഴി, അതിനുള്ള ഷിഫാണ്, അതിനുള്ള ഒരു റെമഡിയാണ്. റെമഡി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുക, അതിനൊരു ഒരു അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഈ സംസം വെള്ളം. ലിമ ഷുരിബ ലഹു എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് വന്നത് ഇത് പടച്ചോനെ ഇത് കാരണമായിട്ട് എനിക്ക് എൻ്റെ പുകവലി ഇതിൽ നിന്ന് മാറിക്കിട്ടിയാൽ നന്നായിരുന്നേനെ എന്ന് ഇമ്മീഡിയറ്റ്ലി അത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത് ഇൻഷാ അല്ലാഹ് ഇത് കാരണമായിട്ട് ഇത് സംസം വെള്ളം ഉപയോഗിച്ച് കുടിച്ച് എനിക്ക് ദുആ ചെയ്യാം, എൻ്റെ പുകവലിയുടെ സ്വഭാവം ഇതിൽ നിന്ന് മാറിക്കിട്ടട്ടെ എന്ന് എൻ്റെ മനസ്സിൽ വന്നു. പിന്നെ ആ മൊമെൻ്റ്, ആ സമയം മുതൽ ഞാൻ അവിടെ ഹജ്ജിലുണ്ടായിരുന്ന സമയത്ത് മൊത്തം എവിടെയൊക്കെ സംസം വെള്ളം എല്ലായിടത്തും അവൈലബിളാണ്. അപ്പോൾ സംസം വെള്ളം കുടിക്കുമ്പം ഞാനിങ്ങനെ ഒരു 10 സെക്കൻഡ് പോസ് ചെയ്തിട്ട് നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ പറയും, പടച്ചോനെ ഈ സംസം വെള്ളം വഴി എൻ്റെ പുകവലി നീ നിർത്തി തരണേ എന്നുള്ളൊരു ദുആ, അത് മാത്രം. പക്ഷേ സിൻസിയറായിട്ട് അങ്ങനെ സംസം വെള്ളം കുടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് വന്നു. എനിക്കറിഞ്ഞുകൂടാ ഹജ്ജ് കഴിഞ്ഞ് വന്ന് ഉടനെ മാറിയോ ഹജ്ജിനിടയിൽ മാറിയോ. പിന്നെ ആ ദിവസം 1996 അവിടെ ആ ലിമ ഷുരിബ ലഹു വായിച്ച് സംസമിൻ്റെ വെള്ളം കുടിച്ച് കഴിഞ്ഞ് ഇതുവരെ 2026 എന്നാലോചിച്ച് നോക്കണം, ഏകദേശം 30 കൊല്ലം കഴിഞ്ഞ് ഒരു സിഗരറ്റും തൊട്ടിട്ടില്ല. ഒരു സിഗരറ്റും അത് കഴിഞ്ഞ് എനിക്ക് പുകവലിക്കേണ്ട തോന്നിയിട്ടുമില്ല. അതിലേക്കുള്ളൊരു അട്രാക്ഷനും ഇല്ല. ആരെങ്കിലും വലിക്കുന്നത് കണ്ടാൽ തന്നെ അല്ലെങ്കിൽ അടുത്ത് പോയി നിൽക്കാനും എനിക്കൊരു മടി, വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സംസം വെള്ളത്തിൻ്റെ ഗുണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ പറഞ്ഞ കാര്യം ലിമ ഷുരിബ ലഹു, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലായിട്ട് കണ്ട് അത് ഞാൻ അനുഭവിച്ചു, അതിൻ്റെ ഗുണം എടുത്തു. അൽഹംദുലില്ലാഹ്. ഇത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് സംസം വെള്ളം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ ഇതുപോലെ നിയത്ത് ചെയ്ത് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് കുടിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പടച്ചോൻ ചെയ്തു തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.